Okay, good morning. So what you're looking here is elimination of local attraction. Repeated question ആണ്. ഇതാണ് നിങ്ങളുടെ ക്വസ്റ്റ്യൻ. ഇത്ര ഏരിയ. Okay. And you have forebearing and backbearing for 4 lines A, B, B, C, C, D and D. And approximately this is the diagram of those 4 lines. ഇത് വരക്കണമെന്നില്ല, നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി മാത്രം വരച്ചതാണ്. Okay. So there are 8 values, each forebearings and backbearing of line AB. Okay. So to understand it better, this 45 degree 45 minutes was taken from A to AB line. Okay, forebearing of AB. നമ്മൾ പറഞ്ഞത് തന്നെ. This 226 degree 10 minute was taken from B towards BA line. Backbearing എന്ന് പറയുന്നതാണല്ലോ. B എന്ന് പറയുന്ന സ്റ്റേഷനിൽ നിന്ന് ബാക്ക്വേർഡ് ഡയറക്ഷനിൽ എടുത്തതാണ്. ഇതാണ് 226 degree 10 minutes. Okay. BC എന്ന് പറയുന്നതിൻ്റെ ഫോർബെയറിംഗ് 96 degree 55 minutes എന്ന് പറയുന്നത് ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തതാണ് 96 degree. 277 degree 5 minutes എന്ന് പറയുന്നത്, if this is not, it was taken from C backwards to CB line. CB ലൈനിലേക്ക് സിയിൽ വെച്ചെടുത്ത മെഷർമെൻ്റാണ് 277. ഓക്കെ, അപ്പോൾ നമുക്കറിയാം ഇനിയിപ്പോൾ നമുക്കറിയാം ഏതൊക്കെ വാല്യൂസ് ആണ്, ഇത്രയും വാല്യൂസിൽ ഏതൊക്കെ വാല്യൂസ് ആയിരിക്കും ബി എന്ന് എടുത്തിട്ടുണ്ടാവുക, എത്ര വാല്യൂസ് ആണ് സി എന്ന് എടുത്തിട്ടുണ്ടാവുക മനസ്സിലാവും. ഓക്കെ, സോ വി ആർ constructing a table for the purpose of problem solving as lines AB തിരിച്ചെഴുതുന്നു. AB, BA, AB എന്ന് പറയുന്നത് അതിൻ്റെ ഫോർബെയറിംഗ്, BA എന്ന് പറയുന്നത് 226 degree 10 minutes, BC 96.55, CB തിരിച്ചിട്ടത് CB is 277 degree 5 minute, CD 29 degree 45, തിരിച്ച് DC എന്ന് പറയുന്നത് 209 10 minutes. Okay, and so on. Okay. So first step of elimination of local attraction is finding local attraction free stations. ഓക്കെ, ലോക്കൽ അട്രാക്ഷൻ ഇല്ലാത്ത സ്റ്റേഷൻസ് ഇതിൽ ഏതൊക്കെയാണെന്ന് കണ്ടുപിടിക്കുക. A, B, C, D, Eയിൽ ഏതൊക്കെ സ്റ്റേഷൻസ് ആണെന്ന് കണ്ടുപിടിക്കുക. അതിന് നമ്മൾ യൂസ് ചെയ്യുന്ന റിലേഷൻ ഫോർബെയറിംഗ്, നമ്മൾ പറഞ്ഞു പോയതാണ്. ഫോർബെയറിംഗ് ഈക്വൽ ടു ബാക്ക് ബെയറിംഗ് പ്ലസ് ഓർ മൈനസ് 180 degree. ഓക്കെ, ഫോർബെയറിംഗ് ബാക്ക്, ഒരു സിംഗിൾ ലൈനിൻ്റെ ഫോർബെയറിംഗ് ബാക്ക് ബെയറിംഗ് നമ്മുടെ ഡിഫറൻസ് 180 degree ആയിരിക്കണം. ഓക്കെ, so to find forebearing you can either subtract or add 180 degree to back bearing and vice versa. Okay, so find the difference between these two values of each lines AB 226 degree 10 minutes minus 45 degree 45 minutes, 277 degree 5 minutes minus 96 degree 55 minutes, then 209 degree 10 minutes minus 229 degree 45 minutes, then again the last one 144 degree 48 minutes minus or plus 324 degree 48 minutes minus 144 degree 48 minutes. Okay, so നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഇതിൽ എക്സാക്ട്ലി 180 degree ഡിഫറൻസ് വരാൻ പോകുന്നത് ഡി ലൈൻ്റെ ആണ്. 324 degree 48 minutes minus 144 degree 48 minutes will give you exactly 180 degree 0 minute 0 seconds. Okay, 48 180 degree difference. Okay, so exactly 180 degree difference. So we understand that stations, അതായത് രണ്ട് സ്റ്റേഷൻസിലും ഇതിൻ്റെ രണ്ടിൻ്റെ ഫോർബെയറിംഗ് ബാക്ക് ബെയറിംഗ്, ഡി എന്ന് പറയുന്ന ലൈനിൻ്റെ ഫോർബെയറിംഗ് ബാക്ക് ബെയറിംഗും ലോക്കൽ അട്രാക്ഷൻ ഇല്ല, കറക്റ്റ് 180 വന്നു. ഓക്കെ, സോ വി അണ്ടർസ്റ്റാൻഡ് ദാറ്റ് stations D and E are free from
ലോക്കൽ അട്രാക്ഷൻ. ഡിയിലത്തെ ലോക്കൽ അട്രാക്ഷൻ 0 ആണ്, ഇയിലെയും ലോക്കൽ അട്രാക്ഷൻ 0 ആണ്. ഓക്കെ, സോ ദ കോർഡിനേറ്റ് ദീസ് findings, we are formulating a table: line, observed bearings, corrections, corrected bearing, remarks. സോ ഇത് നമുക്ക് കിട്ടിയ വാല്യൂസ്, ഇതിലെ വാല്യൂസ് തന്നെ. കറക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഈ വാല്യൂസിന് എത്രയാണ് കറക്റ്റ് ചെയ്യാൻ പോകുന്നത്, ഓരോ സ്റ്റേഷൻസിലും എത്രയാണ് ഡിഫറൻസ് വരാൻ പോകുന്നത്, അതിനനുസരിച്ച് ഓരോ സ്റ്റേഷൻ്റെയും കറക്ഷൻ എത്രയാണെന്നുള്ളത് നമ്മൾ ഈ കോളത്തിൽ എഴുതും. ഈ കറക്ഷൻ ഈ വാല്യൂസിൽ ഒബ്സർവ്ഡ് ബെയറിംഗിൽ അപ്ലൈ ചെയ്തിട്ട് കറക്റ്റഡ് ബെയറിംഗ്, അതായത് നമ്മുടെ ആൻസർ, ഈ ക്വസ്റ്റിൻ്റെ ആൻസർ ഈ കോളമാണ്. കറക്റ്റഡ് ബെയറിംഗ് എന്ന് പറയുന്നത് ഈ കോളത്തിൽ എഴുതും. ഫൈൻഡിങ്സ് നമ്മൾ റിമാർക്സിൽ എഴുതും. ഓക്കെ, സോ ഇൻ സ്റ്റേഷൻസ് ഡി ആൻഡ് ഇ ആർ ഫ്രീ ഫ്രം ലോക്കൽ അട്രാക്ഷൻ എന്നുള്ളത് നമ്മൾ റിമാർക്സിൽ എഴുതുന്നു. D and E are free from local attraction. അതായത് ഡി സ്റ്റേഷനിൽ നിന്ന് എടുത്ത ഒരു വാല്യൂസിനും കറക്ഷൻ ഉണ്ടാവില്ല, 0 ആയിരിക്കും. ഈ സ്റ്റേഷനിൽ നിന്ന് എടുത്ത ഒരു വാല്യൂസിനും കറക്ഷൻ ഉണ്ടാവില്ല, 0 ആയിരിക്കും. ഈ സ്റ്റേഷനിൽ എത്ര വാല്യൂസ് ഉണ്ട്? ഒരു വാല്യൂ, 0 at E. ഓക്കെ, സെയിം വാല്യൂ നമുക്ക് അവിടെ എടുത്തെഴുതാം. 144 ഡിഗ്രി 48 മിനിറ്റ്സ്. ഡിയിലെടുത്ത് എത്ര വാല്യൂസ് ഉണ്ട്? ഡി ഇ ഉണ്ടാവും, ഡി സിയും ഉണ്ടാവും. ഡി ഇ ആൻഡ് ഡി സി ബോത്ത് ഹാവിങ് 0 at D, 0 at D. ആ സെയിം വാല്യൂസ് നമുക്ക് എടുത്തെഴുതാം. 324 ഡിഗ്രി 48 മിനിറ്റ്, 209 ഡിഗ്രി 10 മിനിറ്റ്. ഓക്കെ, ദെൻ ഈ 209 ഡിഗ്രി എന്ന് പറയുന്നത് സി ഡിയുടെ ബാക്ക് ബെയറിംഗ് ആണ്, അല്ലേ? ഡി സി ഡിയുടെ ബാക്ക് ബെയറിംഗ് ആണ് 209 ഡിഗ്രി. അതിൽ കറക്ഷൻ ഒന്നുമില്ല നമ്മൾ പ്രൂവ് ചെയ്തു, അത് കറക്റ്റ് വാല്യൂ ആണ്. ഇനി ഇത് കറക്റ്റ് വാല്യൂ ആണെന്നുണ്ടെങ്കിൽ ഇവിടുത്തെ കറക്റ്റ് വാല്യൂ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്യാം? ഇത് കറക്റ്റ് വാല്യൂ അല്ലാന്നുണ്ടെങ്കിൽ ആയിരുന്നുണ്ടെങ്കിൽ 180 ഡിഗ്രി വന്നേനെ ഡിഫറൻസ്. ഓക്കെ, സോ ഹൗ ക്യാൻ വി കാൽക്കുലേറ്റ് ദി കറക്റ്റ് വാല്യൂ ഓഫ് ഫോർ ബെയറിംഗ് ഓഫ് സി ഡി? വേറെ ഒന്നും പോകണ്ട, ഇത് തന്നെ. ബാക്ക് ബെയറിംഗ് മൈനസ് 180 വിൽ ഗിവ് യു ഫോർ ബെയറിംഗ്, കറക്റ്റ് ഫോർ ബെയറിംഗ്. ഇത് കറക്റ്റ് വാല്യൂ ആയതുകൊണ്ട് കറക്റ്റ് ഫോർ ബെയറിംഗ് നമുക്ക് കിട്ടും. സോ ഫോർ ബെയറിംഗ് ഓഫ് സി ഡി ഈസ് ഈക്വൽ ടു corrected forebearing of CD will be equal to 209 degree 10 minute minus 180 degree. Okay, 29 degree 10 minutes. ഇതാണ് കറക്റ്റഡ് വാല്യൂ ഓഫ്. കറക്റ്റഡ് വാല്യൂ എന്ന് പറയുമ്പോൾ നേരെ നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. 29 ഡിഗ്രി 10 മിനിറ്റ്സ്. മനസ്സിലാവുന്നുണ്ടോ? ബാക്ക് ബെയറിങ്ങിൻ്റെ വാല്യൂ കറക്റ്റായിട്ട് കിട്ടി. അപ്പോൾ ബാക്ക് ബെയറിങ്ങിന് ഫോർ ബെയറിംഗ് കണ്ടുപിടിക്കാൻ നേരെ 180 സബ്സ്ട്രാക്ട് ചെയ്തു. ആൻഡ് ദാറ്റ് വിൽ ബി ടേക്കൺ ആസ് കറക്റ്റഡ് ബെയറിംഗ്. ഇനി ഇത് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഒബ്സർവ്ഡ് ബെയറിംഗ് കറക്റ്റഡ് ബെയറിംഗ് തമ്മിലുള്ള ഡിഫറൻസ് എത്രയാണ്? ഒബ്സർവ്ഡ് ബെയറിങ്ങിനെ വെച്ച് നോക്കുമ്പോൾ മൈനസ് 35 മിനിറ്റ്സ് ചെയ്താലാണ് കറക്റ്റ് ബെയറിംഗ് കിട്ടുക. അപ്പോൾ നമ്മൾ അസ്യൂം ചെയ്യാണ് -35 ഡിഗ്രി ഈസ് ദ കറക്ഷൻ അറ്റ് സ്റ്റേഷൻ സി ഫോർ ഓൾ റീഡിങ്സ്. സിയിലെടുത്ത എല്ലാ റീഡിങ്സിനും -35 ഡിഗ്രി 35 മിനിറ്റ്സ് എന്ന് പറയുന്ന -35 മിനിറ്റ്സ് എന്ന് പറയുന്ന വാല്യൂ ഇട്ടാൽ മതി. യു വിൽ ഗെറ്റ് കറക്റ്റ് ബെയറിംഗ്. ഓക്കെ, അപ്പോൾ ആ കറക്ഷൻ നമുക്ക് എല്ലാ സിന്ന് എടുത്ത എല്ലാ വാല്യൂസിനും എടുക്കാം. സിന്ന് എടുത്ത വേറെ വാല്യൂസ് ഏതൊക്കെയാണ്? സി ബി നിങ്ങളെടുത്ത ബാക്ക് ബെയറിംഗ്. ഓക്കെ, -35 മിനിറ്റ്സ് അറ്റ് സി. ഓക്കെ, ആ കറക്ഷൻ അപ്ലൈ ചെയ്യുക. എത്ര വരും?
276 degree 30 minutes. Okay, 276 degree 30 minutes. ഇപ്പോൾ ഇതിൽ പല വാല്യൂസിനും കറക്റ്റഡ് ആയി പോവും. ഈ 3 വാല്യൂസ് വെച്ച്. ഓക്കെ, സോ 276 ഡിഗ്രി 30 മിനിറ്റ്സ് ആണ് ഈ കറക്ഷൻ അപ്ലൈ ചെയ്തിട്ട് നമുക്ക് കറക്റ്റ് കിട്ടിയ വാല്യൂ. അപ്പോൾ സിയിലെ എല്ലാ വാല്യൂസും നമ്മൾ കറക്റ്റ് ചെയ്തു. ഓക്കെ, ഇനി സെയിം തിങ് ബി സി എന്ന് പറഞ്ഞ ലൈനിൻ്റെ ബാക്ക് ബെയറിംഗ് ആയിരുന്നു 246, കറക്റ്റഡ് ബാക്ക് ബെയറിംഗ് ആണ് 276 ഡിഗ്രി 30 മിനിറ്റ്. ഹൗ ക്യാൻ യു കാൽക്കുലേറ്റ് കറക്റ്റഡ് വാല്യൂ ഓഫ് ഫോർ ബെയറിംഗ് ഓഫ് ബി സി? ഓക്കെ, ഏകദേശം മനസ്സിലായി. ഇപ്പോൾ ഏകദേശം ക്ലിക്കായി കാണും. ഇനി എല്ലാം റിപ്പീറ്റഡ് ആയിട്ടാണ് വരുന്നത്. 276 ഡിഗ്രി 30 മിനിറ്റ്സ് മൈനസ് 96 ഡിഗ്രി 55 മിനിറ്റ്സ്. ഓക്കെ, that is corrected forebearing of BC. 276 back bearing minus 180 degree is equal to 96 degree 30 minutes. അത് നേരെ നമുക്കിവിടെ എഴുതാം 96 degree 30 minutes. Okay, so the correction will be, എത്രയാണ് കറക്ഷൻ വരിക? 96 ഡിഗ്രി 55 മിനിറ്റ്സിനോട് എന്ത് ചെയ്യണം? മൈനസ് 25 മിനിറ്റ്സ് അറ്റ് ബി. ശരിയാണോ? ഓക്കെ, 96 ഡിഗ്രി 55 മിനിറ്റ്സ് അതിൽ നിന്ന് മൈനസ് 25 മിനിറ്റ്സ് കുറച്ചാലും യു വിൽ ഗെറ്റ് 55 minus 25, 96 degree 30 minutes. Okay, so minus 25 is the correction should be applied on every bearings taken from B. B എന്നടുത്ത് വേറെ ഏത് bearing ഉണ്ട്? BA. So minus 25 minute at B. Okay, so correct that. 225 degree 45 minutes. That's correct identity. And BA is back bearing of AB. So to get the corrected bearing of AB, 225 degree 45 minutes minus 180 degree. 225 degree 45 minutes minus 180 degree, that is 45 degree 45 minutes. Correction undo, same value on 45 degree 45 minutes, 45 degree 45 minutes. So correction is 0 at A. So we correct it as A. Station A is free from ലോക്കൽ അട്രാക്ഷൻ. ഇത്രയേ ഉള്ളൂ ചെയ്യേണ്ട കാര്യം. ഓക്കെ, ഓടിച്ചു പറയാം. ആദ്യം ലോക്കൽ അട്രാക്ഷൻ ഫ്രീ ആയിട്ടുള്ള ലൈൻ കണ്ടുപിടിക്കുക. ആ വാല്യൂസ് ഏതൊക്കെ സ്റ്റേഷനാണ് നോക്കുക. ഇ ആൻഡ് ഡി. അവിടെ 0 കറക്ഷൻ മാർക്ക് ചെയ്യുക. ആ വാല്യൂസ് തന്നെ ബൈപ്പാസ് ചെയ്ത് എഴുതുക. ദെൻ ഓരോ ബാക്ക് ബെയറിംഗ് കിട്ടുമ്പോഴും അതിൻ്റെ ഫോർ ബെയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ. ഈ ബാക്ക് ബെയറിംഗ് കറക്റ്റാണെന്ന് മനസ്സിലായി. ഫോർ ബെയറിംഗ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഈ ഇക്വേഷൻ യൂസ് ചെയ്യുക. 29 ഡിഗ്രി 180 വെച്ച് മൈനസ് ചെയ്തപ്പോൾ 29 ഡിഗ്രി കറക്റ്റായിട്ട് കിട്ടി. സോ ദെൻ കാൽക്കുലേറ്റ് ദ കറക്ഷൻ അറ്റ് ദാറ്റ് സ്റ്റേഷൻ സി. ആ സിയിലെ കറക്ഷൻ സിയിലുള്ള എല്ലാ വാല്യൂസിലോട്ടും കോപ്പി ചെയ്യുക. ദെൻ correct the values of C, then again repeat the thing. Okay, അപ്പോൾ കറക്ഷൻ ഈ ബാക്ക് ബെയറിംഗ് ഇട്ട് കഴിയുമ്പോൾ വീണ്ടും 90 ഡിഗ്രി 180 ഡിഗ്രി മൈനസ് ചെയ്യുക. യു വിൽ ഗെറ്റ് ദ കറക്റ്റ് വാല്യൂ. ദെൻ ഗെറ്റ് ദി കറക്ഷൻ, അപ്ലൈ ദ കറക്ഷൻ,
യു വിൽ ഗെറ്റ് ദി വാല്യൂ 180 ഡിഗ്രി മൈനസ് ചെയ്യുക. ഓക്കെ, ഇതാണ് ആൻസർ. ഓക്കെ.